നമ്മൾ ഉണക്കമാങ്ങ വെച്ചിട്ട് ഒരു അടിപൊളി അച്ചാറാണ് ഉണ്ടാക്കാൻ പോണത്. അതിന് വേണ്ടിയിട്ട് മാങ്ങ ഇതേപോലെ ചെത്തിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഉണക്കി വെച്ചതാണത്. അതിലേക്ക് കടുക്, ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, ഉലുവപ്പൊടി, കായം പൊടിച്ചത്, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, നല്ലെണ്ണ, ഉപ്പ്. ഇത് ഞാൻ ഒരു 10 മിനിറ്റ് മുമ്പ് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണത്. ഈ ഉണക്കമാങ്ങ നല്ല ഡ്രൈ ആയിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അത് ഇൻസ്റ്റൻ്റായിട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് ഇട്ട് വെച്ചതാണ്. അതിൽ ഒരു 5-6 വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു നുള്ള് ഉലുവ ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു ശർക്കര പൊട്ടും വേണം. അപ്പം ഇനി നമുക്കത് ഒന്ന് ഉണ്ടാക്കാം. നല്ലെണ്ണ കുറച്ച് അധികം വേണം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഉലുവ നമ്മൾ ഒരു നുള്ളു ഉലുവ അതിലിട്ടിട്ടുണ്ട്, അതേപോലെ ഇതിലിട്ടിട്ടുണ്ട്. വെളുത്തുള്ളി 2ആക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഉണക്കമുളക് ഇട്ട് കൊടുക്കാം, അതേപോലെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം, എന്നിട്ട് പൊടികൾ ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1.5 സ്പൂണ് മുളക് പൊടി, ഉലുവപ്പൊടി, കുറച്ച് കായം പൊടിച്ചത്, അപ്പോൾ നമ്മൾ പൊടികളൊക്കെ ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത് ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മാങ്ങ കുതിരായിട്ടുണ്ടായിരുന്നില്ലേ വെള്ളം, ആ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ശർക്കര ഒന്ന് പൊടിച്ചിട്ട് അതിലിട്ട് കൊടുക്കാം. ഇതേപോലെ ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് ഈ മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇരുന്നാൽ ഇത് കുറച്ചും കൂടി വറ്റി വരും. ഈ മുളകും ഇതൊക്കെ പിടിച്ച് വരുമ്പോഴേക്കും കുറച്ചും കൂടി ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും കുറച്ചും കൂടി ഒന്ന് വറ്റി വരും. നമ്മൾ ഒന്ന് അടച്ച് വെച്ചപ്പോൾ ഇതൊക്കെ കുതിർന്നിട്ട് നല്ല യോജിപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് പരുവായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അപ്പോഴേക്കപ്പോഴേ ഉണ്ടാക്കി കൂട്ടാൻ പറ്റണ ഒരു അച്ചാറായിട്ടുണ്ട്. നമുക്കിത് കുപ്പിയിലാക്കി വയ്ക്കാം.